കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുമ്പോഴും IELTS എക്സാമിൽ കുറേ ചേഞ്ചസ് വരും. ഓക്കെ, ഇവാലുവേഷൻ പാറ്റേണിൽ വരുന്ന ടോപ്പിക്സിൽ ഒക്കെ കുറച്ചധികം ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. സോ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്തിരുന്നോ അല്ലെങ്കിൽ ഏതൊക്കെ ടിപ്സ് യൂസ് ചെയ്തിരുന്നോ അത് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കോർ കിട്ടുമെന്ന് യാതൊരു ഉറപ്പും കാണില്ല. ഓക്കെ, സോ ഇൻ 2025 നിങ്ങൾ ഈ വർഷം IELTS എക്സാം എഴുതുന്നവരാണ് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ബിക്കോസ് IELTSൽ ഇനിയും അങ്ങോട്ട് പോകുന്ന സമയത്ത് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന മിസ്റ്റേക്സ് ഇനിയും കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് IELTSൽ വിചാരിച്ച ബാൻഡ് സ്കോറിലേക്ക് എത്താൻ പറ്റണം എന്ന് ഇല്ല. സോ മേക്ക് ഷുവർ യു വാച്ച് ദ വീഡിയോ കംപ്ലീറ്റ്ലി. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ അധികം സമയം വേസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ആദ്യത്തെ മിസ്റ്റേക്കിലേക്ക് പോകാം. അധികം യൂസേഴ്സും അധികം എക്സാം ടേക്കേഴ്സും വരുത്തുന്ന നമ്പർ 1 മിസ്റ്റേക്കാണ് ഗിവിങ് മോർ ഫോക്കസ് ടു വൊക്കാബുലറി ആൻഡ് ഗ്രാമർ. അപ്പം ഇവിടെ ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ സ്റ്റുഡൻസിനടുത്ത് വൊക്കാബുലറിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക എന്നുള്ളത്. വൊക്കാബുലറി ഈസ് ഇമ്പോർട്ടൻറ്റ്. അത് നമ്മളുടെ റൈറ്റിങ്ങിലെ 25% സ്കോർ വൊക്കാബുലറിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇമ്പാക്റ്റ്ഫുൾ ആണ് വൊക്കാബുലറി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഓവർ ഫോക്കസ് അതിന് മാത്രം കൊടുക്കാതിരിക്കുക. ബിക്കോസ് നമ്മളുടെ ഇവാലുവേഷൻ ക്രൈറ്റീരിയയിലെ ഒരു ഫാക്ടർ മാത്രമാണ് വൊക്കാബുലറി, അല്ലാതെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വൊക്കാബുലറിക്ക് കൊടുത്ത് അല്ലെ ഗ്രാമറിന് കൊടുത്ത് ബാക്കി എല്ലാത്തിനെയും അവോയ്ഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്കവിടെ സ്കോർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പലരും എൻ്റെ അടുത്ത് വന്ന് എക്സാം കഴിഞ്ഞിട്ട് പറയാറുള്ളൊരു കാര്യമാണ്, ഞാൻ കുറേ നല്ല വാക്കുകൾ യൂസ് ചെയ്തു, ഞാൻ കുറേ വാക്കുകൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ യൂസ് ചെയ്തു, പക്ഷേ സ്കോർ വന്നപ്പോൾ എന്താ 6 അല്ലെങ്കിൽ 6.5 അതിന് മുകളിലേക്ക് പോകുന്നില്ല. Because you're giving more focus to only one thing. ഓക്കെ, ഇവാലുവേഷൻ ക്രൈറ്റീരിയയിൽ ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഒത്തിരി എഫേർട്ട് ഇടുന്നത്, ബാക്കിയൊന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ വേർഡ്സ് കാണാപ്പാഠം പഠിക്കുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ വാക്ക് പഠിക്കുക, ഇതൊക്കെ വേണം. പക്ഷെ അതിന് ഒരു ചെറിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ബാക്കിയുള്ള ഫാക്ടേഴ്സും കൂടെ നോക്കുക. ഓക്കെ, വൊക്കാബുലറി ഗ്രാമറും അതുപോലെ റൂൾസ് പഠിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരുപാട് സമയം മെനക്കെടുത്താതെ ട്രൈ ടു ഫോക്കസ് ഓൺ യുവർ റൈറ്റിംഗ്. ഓക്കെ, നിങ്ങൾ നോർമലി വരുത്തുന്ന ഗ്രാമർ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പലരും വിട്ടുപോകാറുള്ളൊരു കാര്യമാണ് ടാസ്ക് റെസ്പോൺസ്. കാരണം നമ്മളുടെ സ്റ്റുഡൻസ് എപ്പോഴും എസ്സേസ് ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് സ്കോർ കുറവ് കിട്ടുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്തായിരിക്കും, ടാസ്ക് റെസ്പോൺസിലായിരിക്കും ലോവർ സ്കോർ ഉള്ളത്. ഗ്രാമർ ഓക്കെ, വൊക്കാബുലറി ഓക്കെ, മറ്റേ കോംപ്ലെക്സ് സെൻറ്റൻസസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ടാസ്ക് റെസ്പോൺസിൽ സ്കോർ കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് IELTS റൈറ്റിങ്ങിൽ ഓവറോൾ സ്കോർ നോക്കുന്ന സമയത്ത് സ്കോർ കുറഞ്ഞേയിരിക്കും. ആൻഡ് വാട്ട് ഇസ് ടാസ്ക് റെസ്പോൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ, എസ്പെഷ്യലി ഇത് എസ്സേ റൈറ്റിങ്ങിലാണ് കണ്ടുവരാറുള്ളത്. ദാറ്റ് മീൻസ് IELTS റൈറ്റിങ്ങിലെ ടാസ്ക് 2-ലാണ് ഇത് കണ്ടുവരാറുള്ളത്. ഒരു എസ്സേ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കാം. അതായത് ആ എസ്സേ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ആൻസർ ചെയ്ത് വിടുക എന്നുള്ള ഒരു രീതി സ്റ്റുഡൻസ് ഫോളോ ചെയ്യാറുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ മൊത്തം വായിച്ച് മനസ്സിലാക്കാതെ നമുക്ക് മനസ്സിലായ ഒരു ഭാഗം വെച്ചിട്ട് എസ്സേ അങ്ങ് എഴുതി വിടാം. അതിൽ വൊക്കാബുലറി ഉണ്ടാവും, ഗ്രാമർ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, പക്ഷേ ടാസ്ക് റെസ്പോൺസിൽ സ്കോർ കുറവായിരിക്കും. ലെറ്റ്സ് സീ എൻ എക്സാമ്പിൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ടോപ്പിക്ക് വായിച്ച് മനസ്സിലാക്കുക ആൻഡ് ദെൻ ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ബോത്ത് വ്യൂസ് ആൻഡ് ഗിവ് യുവർ ഒപ്പീനിയൻ എന്നാണ് ക്വസ്റ്റ്യൻ. പലർക്കും പറ്റാറുള്ള ഒരു മിസ്റ്റേക്ക്, അവരിത് മാത്രമേ കാണൂ. ഓക്കെ, ഡിസ്കസ് ബോത്ത് വ്യൂസ് എന്ന് മാത്രം കണ്ട് 2 വ്യൂസും ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 വ്യൂസും കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പക്ഷേ ഒരു കാര്യം മറന്നു പോവും, ഗിവിങ് യുവർ ഒപ്പീനിയൻ അവിടെ വിട്ടുപോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തുമാത്രം അടിപൊളി കിടിലം എസ്സേ ആണ് എഴുതിയെന്നുണ്ടെങ്കിലും സ്കോർ നിങ്ങൾ വിചാരിച്ചതിലേക്ക് എത്തുന്നുണ്ടാവില്ല. ബിക്കോസ് നിങ്ങൾ ആ ടാസ്ക് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ആ ടാസ്ക് നിങ്ങൾ കറക്റ്റായിട്ട് അതിന് ടാസ്ക് അച്ചീവ്മെൻറ്റ്സ് അവിടെ നടത്തിയിട്ടില്ല. ഓക്കെ, ജസ്റ്റ് അതിന് ഒരു ഭാഗം മാത്രമേ ആൻസർ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ആവാൻ പാടില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കുക. ആ ക്വസ്റ്റ്യനിൽ 2 ഭാഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 2ഉം അവിടെ അഡ്രസ് ചെയ്തിരിക്കണം. 2 വ്യൂസും ഡിസ്കസ് ചെയ്യുക, പ്ലസ് you have to give your opinion. Okay, that's very important. പിന്നെ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നു. ഓക്കെ, ഈ ക്വസ്റ്റ്യനിലും യു ക്യാൻ സീ ദർ ആർ
2 questions അല്ലേ, 2 പാർട്സ് ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ വൈ ഇസ് ദിസ് എന്നുണ്ട്, വാട്ട് ക്യാൻ ബി ഡൺ ടു ഫിക്സ് ദിസ് പ്രോബ്ലം, 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എഴുതിയ ഒരു എസ്സേ നിങ്ങൾ എഴുതുകയാണെന്നിരിക്കട്ടെ. അതിൽ വൊക്കാബുലറി ഉണ്ടാവാം, ഗ്രാമർ ഉണ്ടാവാം, നല്ല സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു പാർട്ട് നിങ്ങൾ ആൻസർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിചാരിച്ച സ്കോറിലേക്ക് എത്താൻ പറ്റില്ല. ബിക്കോസ് ടാസ്ക് റെസ്പോൺസും 25% സ്കോർ നിങ്ങളുടെ ബാധിക്കുന്ന ഒരു ഇവാലുവേഷൻ ക്രൈറ്റീരിയ ആണ്. സോ 2 ഭാഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 2ഉം ആൻസർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കുക, എത്ര പോർഷൻ, എത്ര പാർട്സ് ആ ക്വസ്റ്റ്യനിൽ ഉണ്ടെന്ന് നോക്കുക, ആ പാർട്സ് എല്ലാം നമ്മളുടെ എസ്സേയിൽ അഡ്രസ്സ് ചെയ്തു, അത് കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, നൗഡേയ്സ് മോർ പീപ്പിൾ ട്രാവൽ അബ്രോഡ് ഫോർ ടൂറിസം ദാൻ എവർ ബിഫോർ. ഡു യു തിങ്ക് ദിസ് ഇസ് എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഡെവലപ്മെൻ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഈ എസ്സേ എന്താണ് ചോദിക്കുന്നത്? ഒബ്വിയസ്ലി നിങ്ങളുടെ ഒപ്പീനിയനാണ് ചോദിക്കുന്നത് അല്ലേ. ഡു യു തിങ്ക് ദിസ് ഇസ് എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഡെവലപ്മെൻറ്റ്, ഇതൊരു പോസിറ്റീവ് ഡെവലപ്മെൻറ്റ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ഡെവലപ്മെൻറ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. സോ ഇഫ് യു ആർ സേയിങ് ദിസ് എ പോസിറ്റീവ് ഡെവലപ്മെൻറ്റ്, ഓക്കെ, നിങ്ങൾ ഒപ്പീനിയൻ പറയുന്നുണ്ട്, ദിസ് എ പോസിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്, പക്ഷേ അത് കംപ്ലീറ്റ്ലി ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. അവിടെയും നിങ്ങളുടെ ടാസ്ക് റെസ്പോൺസിൽ സ്കോർ കുറയും. കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളിവിടെ പോസിറ്റീവ് ഡെവലപ്മെൻറ്റ് ആണെന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അധികം ആളുകളും അബ്രോഡ് ട്രാവൽ ചെയ്യുന്നതിൻ്റെ റീസൺസ് അവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾസ് അവിടെ ഉണ്ടാവണം. ഓക്കെ, കൂടുതൽ പേരും ട്രാവൽ ചെയ്യുന്നത് നല്ലതാണ് എന്ന് കാണിക്കുന്ന എക്സാമ്പിൾസ് അവിടെ ഉണ്ടാവണം. പ്രോപ്പർ നിങ്ങളത് പറയുന്ന അത് പോസിറ്റീവ് ആണെന്ന് പറയാനുള്ള റീസൺസ് അവിടെ ഉണ്ടാവണം. അത് കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെ കംപ്ലീറ്റ്ലായിട്ട് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ടാസ്ക് റെസ്പോൺസിൽ സ്കോറ് കൂടുതൽ കിട്ടത്തുള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവാലുവേഷൻ ക്രൈറ്റീരിയയിലെ എല്ലാ ക്രൈറ്റീരിയക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കൂടുതൽ പേരും വിട്ടുപോകുന്നത് ടാസ്ക് റെസ്പോൺസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിപ്പോൾ ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട് അത് വിട്ടുപോകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് മിസ്റ്റേക്ക് നമ്പർ 2, ക്യൂ കാർഡ്സ് പെട്ടെന്നങ്ങ് ഫിനിഷ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ പറയായിരുന്നു, പണ്ടൊക്കെ ഒരുപാട് ടിപ്സും വെബ്സൈറ്റ്സിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ക്യൂ കാർഡ്സ് നമുക്ക് 2 മിനിറ്റ് സംസാരിക്കാനുള്ള ഒരു സംഭവമാണ് ക്യൂ കാർഡ് അല്ലേ. ഒരു ടോപ്പിക്ക് തരും, അത് 2 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുക. അപ്പോൾ നമ്മളിവിടെ 1 മിനിറ്റ് ഒക്കെ സംസാരിച്ചാൽ മതി, സ്കോർ കിട്ടും എന്നാണ് നിങ്ങളുടെ ധാരണ എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി റോങ്. ബിക്കോസ് ക്യൂ കാർഡ് ക്വസ്റ്റ്യനിൽ എന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ കണ്ടിന്യൂസ് സ്പീക്കിംഗ് ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ തുടർച്ചയായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രൊഫിഷ്യൻസി ഉണ്ടോ, നിങ്ങളുടെ ഫ്ലുവൻസി അവിടെ വരുന്നുണ്ടോ, നിങ്ങൾ നല്ല വൊക്കാബുലറീസ് റിപ്പീറ്റഡ് ആവാതെയുള്ള വൊക്കാബുലറി യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയാണ് അവിടെ നോക്കുന്നത്. സോ നിങ്ങൾ പെട്ടെന്ന് അതങ്ങ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കണ്ടിന്യൂസ് സ്പീക്കിംഗ് എബിലിറ്റി എക്സാമിനറിന് ചെക്ക് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് നിങ്ങൾ അവിടെ കൊടുക്കുന്നില്ല. ഓക്കെ, ഈവൻ ഇഫ് യു ആർ പ്രൊഫിഷ്യൻറ്റ്, ഓക്കെ, അവിടെയാണ് പ്രശ്നം വരുന്നത്. നിങ്ങൾക്ക് നല്ല പ്രൊഫിഷ്യൻസി ഉണ്ടാവാം, യു മേ ബി ഫ്ലുവൻറ്റ് അല്ലേ, നമ്മൾ നല്ല രീതിയിൽ ഫ്ലുവൻസി ഉണ്ടാവാം, നല്ല വൊക്കാബുലറി യൂസ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമ്മൾ പെട്ടെന്ന് അങ്ങ് തീർത്തു എന്ന് വിചാരിക്കാം. നമ്മളുടെ ഫുൾ പ്രൊഫിഷ്യൻസി അവിടെ നമ്മൾ കാണിച്ചിട്ടില്ല, പിന്നെ എക്സാമിനർ എങ്ങനെ അത് വാല്യുവേറ്റ് ചെയ്യും? സോ മേക്ക് ഷുവർ നിങ്ങൾക്ക് 2 മിനിറ്റ് കിട്ടുന്നതിൽ 2 മിനിറ്റും യൂട്ടിലൈസ് ചെയ്യാം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് സ്കോർ മുകളിലേക്ക് ഒരു 6.5 മുകളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും നിങ്ങളത് മിസ്സാക്കാൻ പാടില്ല. ലെറ്റ് സി, ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്യൂ കാർഡ് ക്വസ്റ്റ്യൻ കിട്ടുകയാണ്. ഓക്കെ, ഇതൊരു ക്യൂ കാർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഡിസ്ക്രൈബ് എ പോസിറ്റീവ് ചേഞ്ച് ദാറ്റ് യു ഹാവ് മെയ്ഡ് റീസെൻ്റ്ലി ഇൻ യുവർ ഡെയിലി റൊട്ടീൻ എന്നും കൂടെ ഉണ്ട് കേട്ടോ. ഡിസ്ക്രൈബ് എ പോസിറ്റീവ് ചേഞ്ച് ദാറ്റ് യു ഹാവ് മെയ്ഡ് റീസെൻ്റ്ലി ഇൻ യുവർ ഡെയിലി റൊട്ടീൻ. സോ ഡെയിലി റൊട്ടീനിൽ റീസെൻ്റ്ലി വരുത്തിയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് അല്ലേ, ഒരു പോസിറ്റീവ് ചേഞ്ച് ആണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. സോ വാട്ട് വാസ് ദ ചേഞ്ച്, വെൻ ഡിഡ് ഇറ്റ് ഹാപ്പൻ, ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ ആൻഡ് എക്സ്പ്ലെയിൻ വൈ ഇറ്റ് വാസ് എ പോസിറ്റീവ് ചേഞ്ച്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. സോ സപ്പോസ് നിങ്ങൾ ഇതെല്ലാം ആൻസർ ചെയ്തു, ഓക്കെ, പോസിറ്റീവ് ചേഞ്ച് എന്താണ്, എന്തിനത് വരുത്തി, എപ്പോൾ അത് വരുത്തി, എന്തിനത് വരുത്തി, അതുപോലെ അത് എന്ത് പോസിറ്റീവ് ചേഞ്ചാണ് വരുത്തിയത്, ഇതെല്ലാം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്തെല്ലാം കഴിഞ്ഞിട്ടും ഒരു 1 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഒരു 1.25 മിനിറ്റ് ആയിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ടൈം ഇനിയും ബാക്കിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, വീട്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ടൈമർ ഇട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് നിങ്ങൾ 1 മിനിറ്റൊക്കെ നിങ്ങൾ എത്തുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളത് മസ്റ്റായിട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് തന്നെ പഠിക്കുക, കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കിപ്പം ഈ പറയുന്ന പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾ കഴിഞ്ഞു, ഇനി എന്താണെന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ജനറലായിട്ട് അതിനെ ഒന്ന് അപ്രോച്ച് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ
ഡെയിലി റൊട്ടീനാണ് നമ്മളുടെ ടോപ്പിക്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ആൻസർ ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ ഡെയിലി റൊട്ടീൻ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ എങ്ങനെ ചേഞ്ച് ആയി. ഓക്കെ, ഇത് ഒരേ ഡെയിലി റൊട്ടീനാണോ നിങ്ങൾ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പോസിറ്റീവ് ചേഞ്ചസ് നിങ്ങൾ അടിക്കടി വരുത്താറുണ്ടോ? ഓക്കെ, ഫ്രീക്വൻ്റ്ലി നിങ്ങളത് ചേഞ്ച് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്താറുണ്ടോ, അതെങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്കത് ഡെവലപ്പ് ചെയ്യാം. യു ഹാവ് ടു, ബിക്കോസ് then only the examiner can evaluate your speaking skills, your proficiency skills. Okay, so never finish your cue card early and leave. Okay, എല്ലാവർക്കും ടെൻഷനാണ്, പെട്ടെന്ന് തീർത്തിട്ട് പോകണം. ബിക്കോസ് ക്യൂ കാർഡാണ് എല്ലാവർക്കും ടെൻഷൻ. സോ പെട്ടെന്ന് തീർക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. നെവർ ഡു ദാറ്റ്. ഓക്കെ, സോ ഒരു ക്യൂ കാർഡും കൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഡിസ്ക്രൈബ് എ ഫ്രണ്ട് യു ലൈക്ക് ടു ടോക്ക് വിത്ത്. ദിസ് ഈസ് ഓൾസോ എ ക്യൂ കാർഡ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? സബ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൂ ഹി ഓർ ഷീ ഈസ്, വാട്ട് വുഡ് യു ലൈക്ക് ടു ടോക്ക് അബൌട്ട്, why do you like to talk with him or her, how you feel about him or her. അപ്പോൾ നമുക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരു ഫ്രണ്ട് ഉണ്ടാവും. അപ്പോൾ ആ ഫ്രണ്ടിനെ പറ്റി സംസാരിക്കാനാണ് ഈ ഒരു ക്യൂ കാർഡ് തരുന്നത്. അപ്പോൾ ഇവിടെയും നിങ്ങൾ ഈ പറഞ്ഞ സംഭവം, അയാൾ ആരാണ്, അതുപോലെ നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാറുള്ളത്, എന്തുകൊണ്ടാണ് അയാളുമായിട്ട് സംസാരിക്കാറുള്ളത്, ആൻഡ് ഹൗ ഡു യു ഫീൽ അബൌട്ട് ദാറ്റ് ടോക്ക് വിത്ത് ഹിം ഓർ ഹർ, അതൊക്കെ നിങ്ങൾ സംസാരിച്ചു. പക്ഷേ ദെൻ ഓൾസോ അവിടെ ടൈം തീർന്നിട്ടില്ല. ഓക്കെ, ടൈം പിന്നെയും കിടക്കാണ്. യു ഹാവ് ടു ഡെവലപ്പ്. ഓക്കെ, ഇപ്പം ഈ ഒരു ഫ്രണ്ടിനെ എവിടെ വെച്ചാണ് പരിചയപ്പെട്ടത്, അല്ലെങ്കിൽ പണ്ട് തൊട്ടേ നിങ്ങൾ ആളുമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നോ? ഓക്കെ, അങ്ങനെ അത് ആ ഒരു ജനറലായിട്ട് അതിനെ ഒന്ന് നോക്കിക്കാണാം, ആ ഒരു ടോപ്പിക്കിനെ നോക്കിക്കാണാം. അല്ലെങ്കിൽ അയാളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്വാളിറ്റീസ് നിങ്ങൾക്ക് പറയാം. ഓക്കെ, സംസാരിക്കാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടാവും. ഓക്കെ, മേ ബി അയാളൊരു ഗുഡ് ലിസണർ ആവും. ഓക്കെ, സോ അത് നമ്മൾ പറയുക. ഓക്കെ, അങ്ങനെ ജനറലി ആ ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്ത് യു ഹാവ് ടു ഡെവലപ്പ്. ഓക്കെ, ഇപ്പോൾ ഈ ടോപ്പിക്സിൽ തന്നെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫൈൻ, ഗുഡ്. ബട്ട് ഇഫ് യു കാൺട്ട്, ഓക്കെ, നിങ്ങൾക്ക് തോന്നുകയാണ് ചേടാ സബ് ക്വസ്റ്റ്യൻസ് എല്ലാം പറഞ്ഞല്ലോ, ഇനി ഞാൻ എന്ത് പറയും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അപ്രോച്ച് ഇറ്റ് ജനറലി ആൻഡ് പണ്ട് തൊട്ടേ അങ്ങനെ ആയിരുന്നോ, അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ബിക്കോസ് ക്യൂ കാർഡിൽ മസ്റ്റായിട്ടും നിങ്ങൾ 2 മിനിറ്റ് സംസാരിച്ചേ മതിയാകൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹയർ ബാൻഡ് സ്കോറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് മിസ്റ്റേക്ക്, നോട്ട് ഫെമിലിയറൈസിങ് ദ ടെസ്റ്റ് ഫുള്ളി. ഇപ്പോൾ കണ്ടുവരുന്നൊരു ട്രെൻഡാണ് റൈറ്റിങ്ങിലും സ്പീക്കിങ്ങിലും മാത്രം ഫോക്കസ് ചെയ്യുക. ഓക്കെ, എനിക്ക് റൈറ്റിംഗ് മാത്രം പഠിച്ചാൽ മതി, ബാക്കിയെല്ലാം ഞാനങ്ങ് സെറ്റാക്കിക്കോളാം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ഓക്കെ, പക്ഷേ ദാറ്റ് ഈസ് റോങ്. ബിക്കോസ് IELTSൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 4 മൊഡ്യൂൾസിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടൈപ്സ് ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. ഇപ്പോൾ റീഡിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്, മാച്ച് ദ ഫോളോയിങ് ഉണ്ട്, ട്രൂ ഫോൾസ് നോട്ട് ഗിവൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലേ? ഇപ്പം ലിസണിങ് ടാസ്കിലാണെങ്കിൽ പോലും ദർ ആർ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ്. റൈറ്റിങ്ങിലുണ്ട്, സ്പീക്കിങ്ങിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. സോ ഫസ്റ്റ് യു ഹാവ് ടു നോ ദാറ്റ് ഈ ഒരു എക്സാം പാറ്റേൺ മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് 4 മൊഡ്യൂൾസ് ആണുള്ളത് അല്ലേ? ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഈ 4 മൊഡ്യൂൾസും എന്താണ്, എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, ഓരോന്നിലും വരുന്ന ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതെങ്ങനെ ചെയ്യാൻ പറ്റും, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം എക്സാം ഹാളിലേക്ക് പോവുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കോർ കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ബിക്കോസ് ആദ്യമായിട്ട് നിങ്ങളിപ്പോൾ റീഡിങ്ങിൽ പോയിട്ട് ട്രൂ ഫോൾസ് നോട്ട് ഗിവൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യാമെന്നിരിക്കട്ടെ, സോ അവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റണം എന്നില്ല. ഓക്കെ, ബിക്കോസ് ആ എക്സാം ഫെമിലിയറൈസ് ചെയ്യാമെന്ന് പറയുന്ന ഒരു കീ ഫാക്ടർ നിങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ സ്കോറിലേക്ക് എത്താൻ പറ്റും? സോ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്താതിരിക്കുക. എക്സാമിന് പോകുന്നു എന്ന് ഉറപ്പാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ആ എക്സാമിൻ്റെ ഒരു 1-2 മോക്ക് ടെസ്റ്റെങ്കിലും ചെയ്ത് നോക്കി ആ എക്സാം ഫെമിലിയറൈസ് ചെയ്തിട്ട് മാത്രം മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, സോ ദിസ് ഇസ് മിസ്റ്റേക്ക് നമ്പർ 3. നെക്സ്റ്റ് വൺ, എക്സസീവ് യൂസേജ് ഓഫ് ഫില്ലർ വേർഡ്സ്. ദിസ് ഇസ് ഇൻ റിലേഷൻ ടു യുവർ സ്പീക്കിംഗ്. ഓക്കെ, സ്പീക്കിങ്ങിലാണ് ഇത് കണ്ടുവരാറുള്ളത്. ബട്ട് ബിക്കോസ് സ്പീക്കിങ്ങിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പം ഇങ്ങനെയുള്ളൊരു സംഭവം വരാറില്ലേ സംസാരിക്കുമ്പോൾ? സോ ഇത് നമ്മൾ കവറപ്പ് ചെയ്യാൻ, ഓക്കെ, ഈ ഒരു തപ്പിത്തടയിൽ നമ്മൾ കവറപ്പ് ചെയ്യാൻ ഫില്ലർ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഫില്ലർ വേർഡ്സ് ലൈക്ക് വെൽ, കോമൺലി, ജനറലി, നാച്ചുറലി, വെൽ, ബേസിക്കലി, ഇങ്ങനെ കുറേ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? നമുക്കൊന്നും കിട്ടാത്തപ്പോൾ നമ്മളിങ്ങനെ ബേസിക്കലി, വെൽ എന്നൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്
അനാവശ്യമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. കാരണം നമുക്ക് ഓക്കെ കവറപ്പ് ചെയ്യാനുണ്ട്, പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട് അല്ലേ. നമ്മുടെ എല്ലാ മിസ്റ്റേക്സും ഫില്ലർ വേർഡ്സ് വെച്ച് കറക്റ്റ് ചെയ്യാം അല്ലെ കവറപ്പ് ചെയ്യാം എന്ന് വിചാരിക്കാൻ പാടില്ല. ആൻഡ് ഓൾസോ നെസസറി ആയിട്ടുള്ളിടത്ത് മാത്രം ഫില്ലർ വേർഡ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ വെൽ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു തവണയൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു നമ്മളൊരു ആൻസർ തുടങ്ങുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഒരു ആൻസറിൽ ഒരു 4-5 തവണ നിങ്ങളത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്കോർ അവിടെ കുറയും. വൊക്കാബുലറിയിലൊക്കെ നിങ്ങളുടെ സ്കോർ അവിടെ കുറഞ്ഞു തന്നെ ഇരിക്കും, ഫ്ലുവൻസിയിലും. ബിക്കോസ് ആ ഫ്ലുവൻസിയാണ് അവിടെ ഇൻട്രപ്റ്റ് ആവുന്നത്. ഓക്കെ, നിങ്ങൾ ആ ഫ്ലുവൻറ്റ് അല്ലാന്ന് നിങ്ങൾ എടുത്ത് കാണിക്കുകയാണ് ഇതുപോലുള്ള റിപ്പീറ്റഡ് ഫില്ലർ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട്. സോ നെവർ യൂസ് a lot of filler words. Filler words are good. ഓക്കെ, ഫില്ലർ വേർഡ്സ് അടിപൊളിയാണ്, നമുക്ക് ഒരുപാട് ബെനിഫിഷ്യൽ ആവുന്നൊരു സംഭവമാണ്. പക്ഷേ ആവശ്യമുള്ളിടത്ത് മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, എക്സസീവ് യൂസ് ഓഫ് ഇഡിയംസ്. ഇതും ഇപ്പോൾ കണ്ടുവരാറുള്ള ഒരു നമ്പർ 1 മിസ്റ്റേക്കാണ്. ആൻഡ് നിങ്ങളുടെ സ്കോറിനെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു മിസ്റ്റേക്കും കൂടെയാണ്. ഇഡിയംസും നമുക്ക് നല്ലതാണ്. ഇഡിയംസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശൈലികൾ അല്ലേ, ശൈലി പ്രയോഗങ്ങളുണ്ടല്ലോ നമ്മളൊരു ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന ഇഡിയംസ്. അപ്പോൾ ഈ ഇഡിയംസ് ആയിക്കോട്ടെ, ഫ്രേസൽ വെർബ്സ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറൽ സ്പീക്കിങ്ങിലേക്ക് നോക്കുമ്പോൾ, ഓക്കെ, ഇപ്പം നേറ്റീവ് സ്പീക്കേഴ്സിനെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഇഡിയംസിൻ്റെ യൂസേജ് കുറച്ച് കുറവായിരിക്കും. ഓക്കെ, നമ്മളൊരു നോൺ നേറ്റീവ് സ്പീക്കർ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഇഡിയംസിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതൊക്കെ നാച്ചുറലി വരേണ്ട സംഭവങ്ങളാണ്. സോ ഇഡിയംസ് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്, യൂസ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ അത് എക്സസീവ് ആവാൻ പാടില്ല. എസ്പെഷ്യലി ഇൻ IELTS റൈറ്റിംഗ് നെവർ യൂസ് ഇഡിയംസ്. ഓക്കെ, റൈറ്റിങ്ങിൽ നിങ്ങൾ ഇഡിയംസ് യൂസ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. ഓക്കെ, ഇപ്പോൾ പലരും ചെയ്യാറുള്ളത് ഈ റൈറ്റിംഗ് ടാസ്ക് ടു എസ്സേയിലൊക്കെ ഇഡിയംസ് ഒരുപാട് ആഡ് ചെയ്യും. സോ അവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് നമ്മൾ ആ ഇഡിയംസ് അവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇൻഫാക്ട് ഇഡിയംസ് അവിടെ നമ്മൾ സ്കോർ കുറയ്ക്കുകയേ ചെയ്യത്തുള്ളൂ. ബിക്കോസ് IELTS റൈറ്റിംഗ് ടാസ്ക് 2 ഒക്കെ നമ്മൾ ഫോർമലായിട്ട് എഴുതേണ്ട ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഫോർമൽ റൈറ്റിങ്ങിൽ വി ഡോണ്ട് യൂസ് ഇഡിയംസ് നോർമലി. സോ ഇഡിയംസ് അവിടെ യൂസ് ചെയ്യാതിരിക്കുക. ബട്ട് ഇൻ സ്പീക്കിംഗ് വി ക്യാൻ. ഓക്കെ, ഇൻ യുവർ സ്പീക്കിംഗ് എക്സാമിനേഷൻ യു ക്യാൻ യൂസ് ഇഡിയംസ്, ബട്ട് ഡു ഇറ്റ് വെരി മിനിമലി. ഓക്കെ, അത് ഒരു ഓവർ യൂസ് ആവാൻ പാടില്ല. ഓക്കെ, അത് നമ്മളുടെ സ്കോറിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. സോ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് മെമ്മറൈസ്ഡ് ആൻസേഴ്സ് ഒഴിവാക്കുക, എസ്പെഷ്യലി ഇൻ സ്പീക്കിംഗ്. ഓക്കെ, സ്പീക്കിങ്ങിലാണ് ഇത് സാധാരണയായിട്ട് കാണാറുള്ളത്. കാരണം നമുക്ക് സ്പീക്കിങ്ങിൽ ഓൾറെഡി നമ്മൾ ടെൻഷൻ ആയതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ കാണാതെ പഠിച്ചു പോവും, അത് അവിടെ ചെന്ന് പറയും പോരും, അങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടത് IELTS ഹ്യൂമൻസ് വാല്യുവേറ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ്. ഓക്കെ, റിയൽ എക്സാമിനേഴ്സാണ് നിങ്ങളുടെ സ്പീക്കിങ്ങും റൈറ്റിങ്ങും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നത്. സോ അവിടെ മെമ്മറൈസ് ചെയ്ത ആൻസേഴ്സിന് യാതൊരു വാല്യൂവും ഇല്ല. ഇൻഫാക്ട് അത് നിങ്ങളുടെ സ്കോറിനെ കുറയ്ക്കും. ബിക്കോസ് മെമ്മറൈസ്ഡ് ആൻസേഴ്സ് നമ്മൾ പറയുമ്പോൾ ട്രെയിൻഡ് ആയിട്ടുള്ള എക്സാമിനേഴ്സിന് അത് ഈസിലി ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവർക്ക് മനസ്സിലാവും ഓക്കെ നിങ്ങൾ ആ ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ശരിക്കും പ്രൊഫിഷ്യൻസി ഇല്ല, നിങ്ങളത് മെമ്മറൈസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ നിങ്ങൾക്ക് പ്രൊഫിഷ്യൻസി കുറവാണെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു തോന്നലുണ്ടെങ്കിൽ ജസ്റ്റ് ഷോ ഇറ്റ്. ഓക്കെ, ഷോ ഇറ്റ് നാച്ചുറലി. മെമ്മറൈസ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് യൂസ് ചെയ്യുന്നതിനേക്കാളും സ്കോർ നിങ്ങൾക്ക് അവിടെ കിട്ടും. നമ്മളുടെ സ്റ്റുഡൻസ് ഒക്കെ നമ്മളുടെ അടുത്ത് വന്ന് ഇതുപോലെ സ്പീക്കിങ്ങിന് മെമ്മറൈസ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് പറയുമ്പം നമ്മളത് ഫുള്ളായിട്ട് മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് അവരോട് നാച്ചുറലി സംസാരിക്കാൻ പറയും. ഇൻഫാക്ട് അപ്പോൾ അവർക്ക് സ്കോർ കുറച്ചുകൂടെ കൂടുതലുണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ ടെൻഷൻ അടിച്ച് മെമ്മറൈസ് ചെയ്ത് ഓവറായിട്ട് കുളമാക്കാൻ നിൽക്കാതെ നാച്ചുറലി സംസാരിക്കുക. ഓക്കെ, ബിക്കോസ് IELTSൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. IELTSൽ നിങ്ങൾ എത്രമാത്രം നാച്ചുറലി സംസാരിക്കുന്നോ അത്രമാത്രം നിങ്ങളുടെ സ്കോർ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാൻ സാധിക്കും. സോ ദിസ് ഈസ് യുവർ ലാസ്റ്റ് ടിപ്പ്. ഓക്കെ, സോ നമ്മൾ ഇന്നിവിടെ നോക്കിയത് ഈ വർഷം IELTS എക്സാം എഴുതാൻ പോകുന്നവർക്കുള്ള കുറച്ച് ടിപ്സാണ്. ഓക്കെ, ബിക്കോസ് 2025 വരുന്ന സമയത്ത് എക്സാം വളരെയധികം അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ നമ്മളുടെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ പോകെ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഈസി ടിപ്സും ട്രിക്സും ഒക്കെ കുറേ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതെല്ലാം ബ്ലൈൻഡായിട്ട് യൂസ് ചെയ്യാതെ എന്താണ് വർക്ക് ആവുന്നത്, ഓക്കെ, റിയൽ ആയിട്ട് IELTS എക്സാമിനേഴ്സ് എന്താണ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്,
എന്നുള്ളത് ഒഫീഷ്യലായിട്ട് തന്നെ മനസ്സിലാക്കുക. ഇത് ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ന് ഈ പറഞ്ഞ മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിചാരിച്ച സ്കോറിലേക്ക് എത്താൻ പറ്റണം എന്നുണ്ടാവില്ല. ഇൻഫാക്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്കോറിലേക്ക് എത്താൻ പറ്റാത്തത് മേ ബി നിങ്ങൾ ഈ പറഞ്ഞ 1-2 മിസ്റ്റേക്സ് നിങ്ങൾ റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്നുണ്ടാവും. അറിയാതെ വരുന്ന മിസ്റ്റേക്സ് ആയിരിക്കും. പക്ഷേ യു ഹാവ് ടു ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. യു ഹാവ് ടു അവോയ്ഡ് ദീസ് മിസ്റ്റേക്സ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള മറ്റ് IELTS ടിപ്സിനായി ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഫോളോ.